വെച്ച് എങ്ങനെയാണ് തോരൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഈ ബീട്രൂട്ട് ഞാൻ ഇലയോട് കൂടി മേടിച്ചതാണ്. അപ്പം ബീട്രൂട്ട് ഇത് ഇപ്പോൾ അടിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ബീട്രൂട്ട് നമുക്ക് എടുക്കേണ്ട ഈ ഇല മാത്രം, ഈ ഇലയും തണ്ടും എല്ലാം നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാൻ വളരെ ടേസ്റ്റും അതുപോലെ വളരെ ഗുണവും ആയ ഒരു തോരനാണ്. അപ്പോൾ നിങ്ങൾക്ക് ബീട്രൂട്ടൊക്കെ ഇതുപോലെ ഇലയോട് കൂടി മേടിക്കാൻ കിട്ടുമെങ്കിൽ ഇല കളയരുത്, ഇല നമുക്ക് തോരനാക്കി എടുക്കാം. ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു തോരനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ബീട്രൂട്ട് നമ്മൾ ഇതുപോലെ ഇലയോട് കൂടി മേടിക്കുമ്പോൾ മിക്കവാറും ഇലയിലൊക്കെ നല്ല മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് എടുത്ത് മാറ്റിയ ശേഷം ഈ ഇല നമുക്ക് വെട്ടിയെടുക്കാം. അപ്പം ഇതുപോലെ ഇവിടെ വെച്ച് ബീട്രൂട്ടിൻ്റെ അറ്റത്ത് വെച്ച് തന്നെ നമുക്ക് ഈ ഇല കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ, ഞാനിപ്പം ബീട്രൂട്ടിൽ നിന്ന് ഇല മാറ്റിയെടുത്തിട്ടുണ്ട്. അതായത് ഈ തണ്ടും എല്ലാം വളരെ നല്ലതാണ് ഇലയോടൊപ്പം തോരൻ വയ്ക്കാനായിട്ട്, ഒന്നും കളയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ബീട്രൂട്ട് ഇപ്പോൾ ചെറിയ ബീട്രൂട്ടൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ ചെറുതായിട്ട് ഈ ഇലയുടെ കൂടെ അരിഞ്ഞിട്ടും തോരൻ വയ്ക്കാം. അപ്പോൾ എനിക്ക് ഇല ഇപ്പോൾ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ ബീട്രൂട്ടിൻ്റെ ഇല മാത്രമേ ഇപ്പോൾ തോരനായിട്ട് എടുക്കുന്നുള്ളൂ, ബീട്രൂട്ട് എടുക്കുന്നില്ല. ഇപ്പം ഓർഗാനിക് ബീട്രൂട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് തന്നെ മേടിക്കാൻ നോക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലായിടത്തും ബീട്രൂട്ടിൻ്റെ ഇലയോട് കൂടി തന്നെ മേടിക്കാൻ കിട്ടുമായിരിക്കും. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തോരൻ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഈ ഇല നന്നായി ഒന്ന് കഴുകിയെടുക്കണം, നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. കാരണം നല്ല മണ്ണുണ്ടാവും ഇതിനകത്ത്. നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം നമുക്ക് സാധാരണ ചീരയൊക്കെ അരിയുന്നത് പോലെ ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് തോരൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇലയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഞാൻ അരിയുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചീരയൊക്കെ സാധാരണ നമ്മൾ അരിയുന്നത് പോലെ തന്നെയാണ്, വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ തണ്ട് ഇലയെല്ലാം നമുക്ക് ഒരുമിച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കാം. തണ്ട് പ്രത്യേകം ഇല പ്രത്യേകം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരുമിച്ച് തന്നെ ഇതെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ ബീട്രൂട്ടിൻ്റെ ഇലയും തണ്ടും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തോരൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ കുറച്ചധികം ഇലയുണ്ട്, ഏകദേശം ഒരു വലിയ 2 കപ്പോളം ഇലയുണ്ട്. ഇത് നമ്മൾ എണ്ണയിലിട്ട് നമ്മൾ തോരൻ ചെയ്യുമ്പോൾ ഇതങ്ങ് വാടും, കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ കൂടുതൽ നമ്മൾ ചീരയൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്, നമ്മൾ കൂടുതൽ ഇല എടുത്താൽ കുറച്ചെങ്കിലും തോരൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനി എങ്ങനെയാണ് തോരൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തോരൻ ചെയ്യാനായിട്ട് തുടങ്ങാം. ഞാൻ അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊരു ഇരുമ്പിൻ്റെ പാനാണ് എടുത്തേക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം തോരനൊക്കെ ചെയ്യുന്ന സാധാരണ. ഇനി ഈ പാനൊന്ന് ചൂടാവണം. ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്, നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, എണ്ണയൊക്കെ വളരെ കുറച്ച് മതി. ഇപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഇല ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് സവോളയൊക്കെ തോരന് ചേർക്കുന്ന ഇഷ്ടമാണെങ്കിൽ കടുക് പൊട്ടിയ ശേഷം കുറച്ച് സവോള ഇട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇല ചേർത്താൽ മതി. പക്ഷേ ബീട്രൂട്ട് തോരന് സവോള ഇടുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഇല ഇത്രയും ഉണ്ടെങ്കിലും ഇപ്പോൾ ഒന്ന് വാടിക്കഴിയുമ്പോൾ അത് കുറച്ചൊന്ന് ചുരുങ്ങും. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ തേങ്ങയൊന്നും അരച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് തോരൻ ഇതുപോലെ ചെറുകിയ തേങ്ങ അതുപോലെ ചേർക്കുന്നതാണ് നല്ലത്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ചേർക്കണം. 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ജീരകത്തിൻ്റെ മണം, ജീരകത്തിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമല്ലാത്തവർ കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ജീരകം പൊടിയില്ലെങ്കിൽ നമ്മുടെ നല്ല ജീരകം ഈ കടുക് വറുക്കുന്ന സമയത്ത് കുറച്ചിട്ടാലും മതി. ഉപ്പ് ചേർക്കണം. ഇപ്പോൾ ഇലകളിലെല്ലാം ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം, കാരണം കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇലകളിൽ ഉപ്പ് പെട്ടെന്ന് അത് നന്നായിട്ട് നമുക്ക് ഉപ്പ് അറിയാൻ പറ്റും. അപ്പോൾ ഇലകളിൽ ഉപ്പ് നമ്മൾ കുറച്ച് സാധാരണ കറികളിലൊക്കെ ഇടുന്ന പോലെ ഇട്ടാൽ നന്നായിട്ട് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഇലകളൊക്കെ തോരനൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഉപ്പ് മാത്രം ഇടുക.
എന്നിട്ട് അവസാനം വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം. കുറച്ച് നേരം ഒന്ന് ആവിയിൽ അതൊന്ന് വേകണം. എന്നിട്ട് നമുക്ക് എല്ലാം ഇളക്കി യോജിപ്പിച്ചാൽ മതി. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച ശേഷം നമുക്ക് അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല, കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ തോരൻ ശരിയാവില്ല. അത് ഒരുപാട് വെന്ത് ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് അതൊന്ന് ആവി കയറാൻ വേണ്ടി അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അല്ലെ ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് യോജിപ്പിക്കണം. നമുക്ക് ഇത് അടച്ചു വെച്ച് ഇല ഒന്ന് വേകാനായിട്ട് കുറച്ച് നേരം കൂടെ ചെറിയ തീയിൽ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിൽ ഇനി അടച്ചു വെച്ച് ഇതൊന്ന് വേവിക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ബീട്രൂട്ടിൻ്റെ ഇലയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഇലയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഊറി വരും. ഇനി അധികം വേവിക്കണ്ട. ഇനി നമുക്ക് അവസാനമായിട്ട് ഇത് ഓപ്ഷണലാണ്. ഇപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട. ഞാൻ 2 മുട്ടയും കൂടി ഇതിൽ ചേർക്കുകയാണ്. ഞാൻ തോരൻ ചെയ്യുന്ന എല്ലാ വീഡിയോയിലും ഞാൻ കാണിക്കും അവസാനം മുട്ട ചേർക്കുന്നത്. ഇലത്തോരന് നമ്മൾ അവസാനം ഒരു മുട്ട ചേർക്കുന്നത് വളരെ നല്ലതാണ്. നല്ല ഇലത്തോരന് നല്ലൊരു ടേസ്റ്റ്. എല്ലാ ചീരയ്ക്കായാലും ഏത് ഇല നമ്മൾ തോരൻ വെച്ചാലും അവസാനം ഒരു മുട്ട ഇതുപോലെ അടിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം മുട്ട ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ മുട്ട ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട. ഈ സമയം നമ്മൾ തീയങ്ങ് ഓഫ് ചെയ്തിട്ട് തോരൻ എടുക്കാവുന്നതാണ്. അല്ലാതെ ഇതുപോലെ ചെയ്യുന്നവരാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 2 മുട്ട ഞാൻ ഇതിൽ ചേർക്കുവാണ്. ഒരു മുട്ടയും കൂടെ ഞാൻ ചേർക്കുവാണ്. ഇനി നമുക്ക് ഈ മുട്ട ഈ തോരനുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മുട്ട ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ അതങ്ങ് ഡ്രൈ ആയി വരും. അപ്പോൾ ഇത് നല്ല ഡ്രൈ ആവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ടിൻ്റെ ഇല തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ഇല കിട്ടുമെങ്കിൽ ഇതുപോലെ തോരൻ ചെയ്ത് നോക്കുക. ബീട്രൂട്ട് മാത്രം എടുത്ത് ഇല കളയാതെ ഇതുപോലെ തോരൻ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക് യു.